ഞാൻ മഴയത്ത് കുളിക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞ് ചിക്കു മുറ്റത്തേക്ക് ഓടിയിറങ്ങി. തകർത്തു പെയ്യുന്ന മഴയിൽ തുള്ളിക്കളിക്കുന്ന അവനെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് 16 വർഷം പുറകിലേക്ക് സ്പീഡിലോടാൻ തുടങ്ങി. ഹോസ്റ്റലിലെ ടെറസിൽ മഴ നനയുകയായിരുന്നു. ക്ലീനിങ് ചെയ്യുന്ന ചേച്ചി അതുകൊണ്ട് ഓടി വന്നു. അയ്യോ, ഉനക്കെന്നാ പൈത്യമാ? ഇന്ന് ഒരിക്കൽ കൂടി മഴ നനയണമെന്ന് തോന്നി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, മഴയത്തേക്കിറങ്ങി. ചിക്കുവിനോടൊപ്പം മഴ ആസ്വദിച്ചു നനഞ്ഞു. ആ മഴ വർഷിക്കുന്നത് ആത്മാവിലേക്ക് നേരിട്ടാണെന്ന് തോന്നി. കുട്ടികളോട് വല്ലാത്ത അസൂയ തോന്നി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ ലൈറ്റുകളും ഓഫാക്കിയതിനു ശേഷം കിടപ്പുമുറിയുടെ ജാലകത്തിനപ്പുറത്തു നിന്ന് കേൾക്കുന്ന മഴയുടെ സംഗീതം. ആത്മാവിന് പ്രകൃതി താരാട്ട് പാടുന്ന പോലെ. ഇപ്പോൾ ഞാനിത് എഴുതുമ്പോഴും അതേ മഴ. ഇതുവരെ നീറിപ്പുകയുകയായിരുന്ന തലച്ചോറ് തണുക്കാൻ തുടങ്ങുന്നു. പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരണം. എനിക്കും ഒരു മഴയായി. മഴ ഒരു സന്ദേശമാകുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരൊക്കെയോ ഓർക്കുന്നെന്ന സന്ദേശം. പ്രകൃതി ഇപ്പോഴും നമ്മുടെ വികാരവിചാരങ്ങൾ അറിയുന്നു.